അവന്റെ കൂടെ ദൈവമുണ്ട് കേട്ടോ. കൂടിരിക്കുന്നവന് കാത്തിരിപ്പുണ്ട്. അയ്യോ മിണ്ടിയില്ല. എല്ലാരോടും പറഞ്ഞില്ല കാത്തിരിക്കാൻ. 120 പേരോടെ പറഞ്ഞുള്ളൂ. കൂടെ ഉള്ളതിനോടെ കാത്തിരിക്കാൻ ദൂത് വരത്തുള്ളൂ. കാത്തിരിക്കാൻ ദൂത് വന്നവരുടെ മേലെ അഭിഷേകം ഇറങ്ങിയുള്ളൂ. അഭിഷേകം ഇറങ്ങിയവരെ അപ്പോസ്തലരായുള്ളൂ. അപ്പോസ്തലരായവരെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇഫ് യു ആർ വിത്ത് യുവർ ഗോഡ്, നീ നിന്റെ ദൈവത്തിന്റെ കൂടെയാണെങ്കിൽ നിന്റെ സ്പിരിച്വൽ ഗ്രേഡുകളിൽ അപ്ഗ്രേഡുകൾ വെളിപ്പെടും. ഞാൻ സ്പിരിച്വൽ ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്യുമ്പോ എന്റെ തലം മാറിക്കൊണ്ടിരിക്കും. എന്റെ തലം മാറുന്നതിനനുസരിച്ച് എന്റെ ഡീലിങ്ങുകൾ മാറാൻ തുടങ്ങും. എന്റെ ഡീലിങ്ങുകൾ മാറുമ്പോൾ പിന്നെ എന്നെ കാണുന്നവർ പറയും അവന് ദൈവവുമായി ബന്ധമുണ്ട്, അവന് ദൈവവുമായി, നിന്റെ ദേശത്ത് നിനക്ക് ദൈവവുമായി ബന്ധമുണ്ടെന്ന്. സ്തോത്രം. എനിക്ക് ദൈവവുമായി ബന്ധമുണ്ട്. എന്നെ ശക്തമായ ദൂതാണ്. ഒന്നാലോചിച്ച്, എനിക്ക് ദൈവവുമായി ബന്ധമുണ്ട്. എനിക്ക് ബന്ധമുള്ളത് മന്ത്രിമാരായിട്ടല്ല, എനിക്ക് ബന്ധമുള്ളത് രാഷ്ട്രീയക്കാരായിട്ടല്ല, എനിക്ക് ബന്ധമുള്ളതും ഞാൻ ആശ്രയിക്കുന്നതും വേറെ എങ്ങോട്ടുമല്ല. അതുകൊണ്ട് ദാവീദ് എഴുതിയത്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എന്റെ സഹായം ഉലകത്തിലെ ഒരു രാജാവിന്റെ കയ്യിലുമല്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉടവാക്കിയ യഹോവ. സഹായത്തിന് വേണ്ടി മനുഷ്യന്റെ നേരെ കൈ നീട്ടുന്നതിന് മുമ്പ് സ്വർഗത്തിലോട്ട് കൈ ഉയർത്താൻ പറ്റുന്നെങ്കിൽ അതിലും വലിയ ഹെൽപ്പ് വേറെ എവിടൊന്നുമില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്റെ കർത്താവെ ഫിനാൻഷ്യൽ ഇതിനകത്തൊരു ബ്രേക്ക് ത്രൂ വേണമല്ലോ, എന്റെ ഒന്നും ഇല്ലെന്നാ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പെട്ടെന്ന് കർത്താവിനോട് ചോദിച്ചു, ഞാൻ വിധവയുടെ അടുക്കൽ എന്താ ചോദിച്ചത്? എലീശയുടെ അടുക്ക വന്ന വിധവയോട് വിധവ പറയാ, എന്റെ കയ്യിൽ ഒന്നുമില്ല എന്റെ പൊന്നു പ്രവാചകനെ, എന്റെ മക്കളെ പിടിച്ചോണ്ട് പോകാൻ ആൾക്കാർ വന്ന് നിൽക്കുക. ഏലീശ ചോദിച്ചത് നിനക്ക് എന്തില്ല എന്നല്ല, ഏലീശ ചോദിച്ചത് നിന്റെ കയ്യിൽ എന്തുണ്ടെന്നാണ്. കിട്ടിയില്ലല്ലോ. പ്രവാചകനായ ഏലിയാവിന്റെ അടുക്കലേക്ക് ഒരു വിധവ ആമേശ്വര ചുള്ളിക്കമ്പ് പെറുകിക്കൊണ്ട് വരുമ്പോ പുള്ളിക്കാരത്തി പറയാണ്, പ്രവാചകനെ എനിക്ക് കഴിപ്പാൻ തരിക. ഏലിയാവിന് അവളുടെ വീട്ടിലെ ഇല്ലായ്മ അറിയണ്ട, അവളുടെ വീട്ടിലെ വല്ലായ്മ അറിയണ്ട. ഏലിയാവ് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് വിശക്കുന്നുണ്ട്. സ്വതന്ത്രം പറഞ്ഞേ, എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എനിക്ക് വിശക്കുന്നുണ്ട്. വിധവ പറഞ്ഞ്, 2 അപ്പത്തിനുള്ള അടയുണ്ട്, 2 അടയ്ക്കുള്ള മാവുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാം, എനിക്കും എന്റെ കൊച്ചിനും ഉണ്ടാക്കിയിട്ട് ഞാൻ മരിക്കാൻ നിൽക്കുക. ഞാൻ എന്ത് ചെയ്യാ? സ്വതന്ത്രം